മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്കും പുതിയൊരു എപ്പിസോഡിലേക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തികച്ചും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ അലൂ മട്ടർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും അടുപ്പിച്ച് കുറേ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് പ്രോപ്പർ മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ മുന്നോട്ടുള്ള എപ്പിസോഡുകളിലും ഞാൻ എനിക്കറിയാവുന്ന കുറേ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏവരും ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അലൂ മട്ടറിൻ്റെ കറി റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് അലൂ മട്ടറിൻ്റെ കറി റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ഇവിടെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു സൈസിൽ ഞാനും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ 250 ഗ്രാം ഗ്രീൻ പീസ്. ഇത് പച്ച ഗ്രീൻ പീസാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസ് ഉപയോഗിച്ച് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചതുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ പഴുത്ത തക്കാളിക്ക് ഒരു 3 എണ്ണം ചെറിയ പീസസ് ആയിട്ട് മുറിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വേണ്ടുന്ന മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ അളവിലുണ്ട്. അതുപോലെ തന്നെ കസൂരി മേത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഉണ്ട്. കടുക് താളിക്കുന്നതിന് പകരം നമ്മൾ ജീരകമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ജീരകം 1/2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ളത് ഉപ്പുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കറി നല്ലതുപോലെ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളമുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളിയും തക്കാളിക്ക് ഉള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് ഞാനൊരു മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണേ. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിക്കായും വെളുത്തുള്ളിയും എല്ലാം മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. തക്കാളിക്കയിലും ഉള്ളിലും ഒക്കെ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഇതിനി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ കടുക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ലതുപോലെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് എണ്ണയിൽ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ്, വെളുത്തുള്ളി തക്കാളിക്ക് ഉള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലേക്കൊക്കെ ഇതൊന്ന് തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ കയ്യിൽ ആവി തട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തെറിച്ച് നമ്മുടെ കയ്യിലേക്ക് വീഴും. പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഈ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തക്കാളിക്കയുടെ ഈ പേസ്റ്റൊക്കെ ഈ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴന്ന് ഇതിലെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു അളവിലായതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ മസാല ഐറ്റംസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നിന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു അടപ്പ് പാത്രം വെച്ച് അടച്ച് നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയും വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു അടപ്പ് പാത്രം ഉപയോഗിച്ച് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ തക്കാളിക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ ഇപ്പോൾ എണ്ണയിൽ ഫ്രൈ ആയി കാണും. നമുക്ക് അടപ്പ് പാത്രം ഒന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മോളി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനി ഞാൻ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ല എരിവുള്ള മുളക് പൊടിയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഉണ്ടായിരുന്നു.
ഇനിയെന്ന് പറഞ്ഞാൽ കറിക്കൊരു കളറിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഈ കറിക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ ഉള്ളിയും തക്കാളിക്കൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഊറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം പച്ച ഗ്രീൻ പീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച പൊട്ടറ്റോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു രീതി വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ മസാലയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം അതിൽ മട്ടറും പൊട്ടറ്റോയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് 2-3 വിസിൽ കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ റെഡിയാക്കി നോക്കിയപ്പോൾ എനിക്ക് ആ കറി ഒരുപാട് ലൂസായിട്ട് തോന്നി. ഇങ്ങനെ നല്ലൊരു ഗ്രേവി ടൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് നല്ലൊരു കട്ടി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടത്തക്ക രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയായെന്നുള്ളത്. അങ്ങനെ കറിയൊക്കെ ഇവിടെ തിളച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു അളവിൽ വേണം നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വെന്തൊന്ന് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ അങ്ങനെ ഇവിടെ പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയിൽ ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമേറിയ അലൂ മട്ടറിൻ്റെ കറി ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കറി ചപ്പാത്തി, പൂരി, അതുപോലെ തന്നെ ജീര റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് കടായിൽ മാത്രമല്ല കുക്കറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ വേഗം കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. മുന്നോട്ട് പല നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഏവരും എൻ്റെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.